വന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം തരുന്ന, കൂടുതൽ രാഷ്ട്രീയത്തിലേക്കും രാഷ്ട്രീയ കാര്യങ്ങളിലേക്കും നമ്മളെ വെൽക്കമിങ് ആയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. സഖാവ് ചിന്ത തീർച്ചയായിട്ടും യുവതലമുറയിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ അവരുടെ ഉറച്ച ശബ്ദം കേൾക്കുമ്പോൾ ഏറ്റവും അധികം ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. ഇതിൽ മുമ്പ് ഗ്ലാസ് സീലിങ്ങിലേക്ക് പറഞ്ഞെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റ് ഈവൻ രണ്ടും കുറെ കണക്റ്റഡാണ്, മീഡിയ ആൻഡ് പൊളിറ്റിക്സ്. രണ്ടിലും പറയുന്ന ഒരു കാര്യമാണ്, പുതിയൊരു പെൺകുട്ടി, ഒരു സ്ത്രീ ഉറച്ച ശബ്ദത്തോടെ ഉറച്ച കാൽവയ്പ്പുകളോടെ വരുമ്പോൾ സമൂഹം, പ്രത്യേകിച്ച് പാട്രിയാറ്റിക് സൊസൈറ്റി ചെയ്യുന്നത് അവളുടെ കയ്യിൽ ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ അതിനെ എയറിലാക്കുക, ഭയങ്കര പ്രശ്നമായിട്ട് അതിനെ അവതരിപ്പിക്കുക, അല്ലെങ്കിൽ അവളെ തന്നെ തകർത്ത് കറയാവുന്ന അത്രയ്ക്ക് പ്രശ്നങ്ങളിലേക്ക് അവളുടെ നേട്ടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുക, അവളുടെ മുന്നേറ്റത്തെ കണ്ടില്ലെന്ന് നടിക്കുക. ചിലപ്പോഴെങ്കിലും സഖാവ് ചിന്ത അങ്ങനെ ഒരു മുൾക്കൂട്ടിൽ നിൽക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് നേരിട്ട് അധികം പരിചയമില്ല. ഞാൻ കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇവരൊക്കെ ഉയർന്നു വന്ന കാലഘട്ടം. എങ്കിലും വളരെ ബഹുമാനത്തോടെ കാണുന്ന പുതിയ തലമുറയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്, പുതിയ തലമുറ ഇതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? നിസ്സാരവൽക്കരിക്കുകയാണോ അതോ ഇതൊക്കെ ബാധിക്കുന്നുണ്ടോ നിങ്ങളെ? എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കേരള വിഷൻ ആദ്യമായിട്ടൊരു വലിയ ബിഗ് സല്യൂട്ട് നൽകുകയാണ്. കാരണം സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും വനിതാ ദിനത്തോടനുബന്ധിച്ച് നമുക്കെല്ലാവർക്കും ഒത്തുചേരാനും, സദസ്സിലെ പലരും പരിചിതരാണ്, സൗഹൃദം വീണ്ടും പങ്കുവയ്ക്കാനും എല്ലാവരും ഒരുമിച്ച് കാണാനും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പുതിയ തലങ്ങൾ കുറിച്ച് ചർച്ച ചെയ്യാനും ഒരവസരം തന്നതിന് വളരെയധികം നന്ദി അറിയിക്കുന്നുണ്ട്. ചോദ്യം, നമ്മളെങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും ഞങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ, പൊതുപ്രവർത്തനമായതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സാന്നിധ്യം എങ്ങനെയാണ്, സാധ്യതകൾ എങ്ങനെയാണ്, വെല്ലുവിളികൾ എന്താണ് എന്നാണ്. ഞാൻ ആദ്യമായി തന്നെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ളൊരു അഭിപ്രായം പറയുകയാണ്. ഇവിടെ ചില അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു. MLA ആകുന്നതും അല്ലെങ്കിൽ ജനപ്രതിനിധിയാകുന്നതുമൊക്കെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് അതൊക്കെ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓരോ ഘട്ടങ്ങളിൽ, ഓരോ പ്രവർത്തന കാലയളവിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ ഉത്തരവാദിത്വമാണ്. അത് ചെറുതായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. കാരണം അത് വ്യക്തിപരമായി നമുക്കുണ്ടാകുന്ന അനുഭവത്തേക്കാൾ കൂടുതൽ, അങ്ങനെ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന പദവിയിലേക്ക് എത്തുമ്പോൾ, ജനപ്രതിനിധിയാകുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് വലിയ തോതിൽ അവർക്ക് അത് സമൂഹത്തിന് ഗുണകരമാകുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കേരളത്തെ സംബന്ധിച്ച് നമുക്കൊരു അനുഭവമുണ്ട്. നമ്മുടെ ലോക്കൽ ബോഡീസിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമ്മൾ 50% സംവരണം സ്ത്രീകൾക്ക് ഉറപ്പാക്കി. അന്ന് എനിക്ക് തോന്നുന്നു ചേച്ചി ഇൻട്രൊഡക്ടറി സെക്ഷനിൽ പറഞ്ഞു, അന്ന് പലരും പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് ഇവരുടെയൊക്കെ ഭർത്താക്കന്മാരുടെ ഭരണമായിരിക്കും, ഈ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഒക്കെ തകരാൻ പോവുകയാണ്. പിൻസീറ്റ് ഡ്രൈവിംഗ് എന്നൊരു പദം അന്ന് വളരെയധികം ഉപയോഗിക്കപ്പെട്ടതാണ്. പക്ഷെ എന്താ നമ്മൾ കണ്ടത്? എത്ര ശക്തമായിട്ടാണ് കേരളത്തിലെ സ്ത്രീകൾ ആ പദവികൾ ഉപയോഗിച്ചത്. അഴിമതിരഹിതമായി, കൂടുതൽ ചടുലമായി, ഊർജ്ജസ്വലമായി എല്ലാം ആ സ്ത്രീ പദവികൾ അവർ ഉപയോഗിച്ചു, ശക്തമായി മുമ്പോട്ട് വന്നു. ഇപ്പം എനിക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത്, ഈ 50% റിസർവേഷൻ സീറ്റുകൾ കഴിഞ്ഞ് ആണിനും പെണ്ണിനും മത്സരിക്കാൻ കഴിയുന്ന ജനറൽ സീറ്റുകളിൽ പോലും സ്ത്രീകളെ പരിഗണിക്കുന്ന ഒരു നിലയിലേക്ക് കേരളം മാറിയിട്ടുണ്ട്. അതാണ് കേരളത്തിലെ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു അനുഭവമായിട്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ അവസരം ലഭിച്ചാൽ ഏറ്റവും മനോഹരമായി പെർഫോം ചെയ്യാൻ കഴിയുന്ന ആ ഒരു ഊർജ്ജസ്വലമായ കരുത്ത് ഉള്ളതാണ് ഓരോ സ്ത്രീയുമെന്ന് നമുക്ക് ഇപ്പം നമ്മുടെ എൻ്റർപ്രണേഴ്സ് ഉണ്ട്, വിവിധ മേഖലകളിലുള്ള സ്ത്രീകളുണ്ട്, അവരെല്ലാം സമൂഹത്തിൽ അവരുടെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വ്യക്തിപരമായൊരു ചോദ്യം ചോദിച്ചു, ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ലിഞ്ചിങ്, സോഷ്യൽ ലിഞ്ചിങ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പം പൊതു ഇടങ്ങൾ കൂടുതലായി നമ്മളിപ്പോൾ എല്ലാവരും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് സൈബർ ഹൈവേകളിലാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ബീച്ചിലോ പാർക്കിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുമിച്ചിരിക്കുന്ന ഇടത്തേക്കാൾ കൂടുതൽ നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലാണ്. അവിടെ ഏത് തരം പദങ്ങളാണ് പൊതുരംഗത്ത് ഇടപെടുന്ന സ്ത്രീക്ക് നേരെ ഉപയോഗിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം നിങ്ങൾ സ്ത്രീ ആയതുകൊണ്ട് നിങ്ങളെ വിമർശിച്ചുകൂടെ ഒരു ചോദ്യം വരുന്നതാണ്. തീർച്ചയായും വിമർശിക്കാം. സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വ്യത്യാസവും വേണ്ട. ഇപ്പം എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പിശകുണ്ടായാൽ
നിങ്ങൾക്ക് വളരെ രൂക്ഷമായി നമ്മളെ വിമർശിക്കാം, പക്ഷെ ആ വിമർശനം സ്ത്രീവിരുദ്ധമാകരുത്. ആ വിമർശനം സ്ത്രീക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന, സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ അല്ലെങ്കിൽ ചിരിയെ അല്ലെങ്കിൽ അവരുടെ രൂപത്തെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടാകുമ്പോഴാണ്, സ്ത്രീവിരുദ്ധമാകുമ്പോഴാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും വിമർശിക്കുമ്പോൾ സ്ത്രീക്ക് നേരെ ഉണ്ടാകുന്ന വിമർശനങ്ങൾ പലപ്പോഴും ഇത്തരത്തിൽ അങ്ങേയറ്റം മ്ലേച്ഛമായ ഭാഷയിലാകുന്നു, സ്ത്രീ വിരുദ്ധമാകുന്നു എന്നുള്ളിടത്താണ് നമ്മൾ പരാതി പറയുന്നത്, പരിഭവം പറയുന്നത്, അങ്ങേയറ്റം പ്രതികരിക്കുന്നത്. ആ ഒരു വ്യത്യാസമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ പുതിയ കാലഘട്ടത്തിലെ സ്ത്രീയെ സംബന്ധിച്ച് വലിയ ക്യാമ്പസുകളിലൊക്കെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ തന്നെ കോളേജിൽ മത്സരിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങൾക്കൊക്കെ രണ്ട് വിദ്യാർത്ഥി സംഘടന, പ്രധാനമായിട്ട് രണ്ട് വിദ്യാർത്ഥി സംഘടനകളായിരുന്നു. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് വൈസ് ചെയർപേഴ്സണിലേക്ക് സ്ത്രീയെ വയ്ക്കും, അങ്ങേ ലേഡി റപ്പ് രണ്ട് ഇതുണ്ട്, ആ രണ്ട് ലേഡി റപ്പ് പെൺകുട്ടികളായിരിക്കും. പിന്നെ ഒരു ആർട്സ് ക്ലബോ മാഗസിനോ വൈസ് ചെയർപേഴ്സൺ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ ഒരു സ്ത്രീ വരുന്നത് അപൂർവമായിരുന്നു. അപ്പം ഈ ഒരു ജനറൽ സീറ്റിലേക്ക് സ്ത്രീ വരിക എന്ന് പറഞ്ഞാൽ അന്ന് അങ്ങനെ ഒരു കീഴ്വഴക്ക ഇല്ല എന്ന നിലയിലാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെയൊക്കെ കാലം വന്നപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നു. ചിലയിടത്തൊക്കെ ചില പോസ്റ്റുകളിലേക്കൊക്കെ ഓരോ സ്ത്രീകളെ പരിഗണിക്കാൻ തുടങ്ങി. പക്ഷെ ഇപ്പം നമ്മൾ കാണുന്നത് മിക്സഡ് കോളേജുകളിൽ മുഴുവൻ പാനലും വനിതകൾ, പെൺകുട്ടികൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മഹാരാജാസിൽ അത് കണ്ടു, കൊല്ലം എസ് കോളേജിൽ അത് കണ്ടു, വേറെ പല ക്യാമ്പസുകളിലും ഉണ്ടാകുന്നുണ്ട്. ഇപ്പം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് സമരത്തിന്റെ കേന്ദ്രമാണല്ലോ. ലോകത്ത് എന്ത് സംഭവം ഉണ്ടായാലും ആദ്യം പ്രകടനം നടക്കുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നാണ്. നമ്മൾ ചാനലിലെല്ലാം അത് കാണുന്നതാണ്. അപ്പം ആ യൂണിവേഴ്സിറ്റി കോളേജിലെ ചെയർപേഴ്സൺ ഇപ്പോൾ പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടി ആ കോളേജിനെ നയിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ മാറ്റം പുതിയ തലമുറയിൽ ഉണ്ടാകുന്നുണ്ട് എന്നത് പൊളിറ്റിക്സിനകത്ത് സ്ത്രീയുടെ സാന്നിധ്യത്തെക്കുറിച്ച് വളരെ പോസിറ്റീവായി, വളരെ പ്രതീക്ഷാനിർഭരമായി കാണുന്നതാണ്. പിന്നീട് ഇവർ എങ്ങനെ മുഖ്യധാരാ പൊളിറ്റിക്സിലേക്ക് വരുന്നു എന്നുള്ളൊരു ചോദ്യവും പ്രസക്തമാണ്. ക്യാമ്പസിൽ നമ്മൾ ഈ കുട്ടികളെ കാണുന്നു, ക്യാമ്പസിന്റെ ഇടനാഴികളിൽ ധീരമായി മുദ്രാവാക്യം വിളിക്കുന്നു, സമരത്തിൽ പങ്കെടുക്കുന്നു, കോളേജ് യൂണിയൻ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പിന്നീട് പൊതു രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നുണ്ടോ? അത് നമ്മൾ കണ്ണുവച്ച് സ്ത്രീകളെ അത്തരത്തിൽ വളർത്തിക്കൊണ്ട് വരണം, പൊതുരംഗത്തേക്ക് കൊണ്ടുവരണം എന്ന് തന്നെയാണ് നാം ആഗ്രഹിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ മേയർ ഒരു 21കാരി വന്നു. എത്ര മികച്ച രൂപത്തിൽ തിരുവനന്തപുരം നഗരസഭ പോകുന്നു. ഇന്നലെ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് അവിടെ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ഉപയോഗിച്ചു കഴിഞ്ഞ ആ കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് ആ ചുടുകട്ടകൾ ഉപയോഗിച്ചുകൊണ്ട് വീട് വയ്ക്കുന്നത് പോലെയുള്ള വിപ്ലവകരമായ തീരുമാനങ്ങൾ തിരുവനന്തപുരം നഗരസഭ എടുക്കുകയാണ്. അത് നയിക്കുന്നത് ഒരു 25 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ആ ഒരു മാറ്റമെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം വളരെ സന്തോഷത്തോടു കൂടി നോക്കി കാണുകയാണ്. ഈ പെൺകുട്ടി ഉൾപ്പെടെ എല്ലാവരും നമ്മൾ പറയുന്ന പോലെ സോഷ്യൽ ഓഡിറ്റിങ്, ലിഞ്ചിങ്ങിന് വിധേയരാകുന്നുണ്ട്. അതിലേക്ക് പോകാതെ ഇതിൽ പറഞ്ഞതിൽ ഒരു ചെറിയ ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അത് എല്ലാവരോടും ഉള്ളതാണ്. നമുക്ക് സമയം കുറവായതുകൊണ്ട് ചെറുതായിട്ട് തന്നെ അതിന് ഉത്തരം പറയണം. എനിക്കറിയാം, ഇപ്പോൾ ലതിക ആദ്യം തന്നെ പറഞ്ഞു, പല ഇതിലിരുന്നിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടാണ് ലതിക ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച് ഞാൻ കാണുന്നത്. ഒരു സ്ത്രീ അധികാരത്തിൽ വരുമ്പോൾ എന്ത് വ്യത്യാസമാണ് നമുക്ക് കുറച്ചുകൂടി സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുക? തീർച്ചയായിട്ടും ഒരു റിപ്പോർട്ടിങ്ങിൽ നിൽക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ എത്രത്തോളം പറ്റും. ചിലർ പറയും നേരെ തിരിച്ചാണ്, സത്യം പറഞ്ഞാൽ ആണുങ്ങളാണ് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കുക, സ്ത്രീകളത് ചെയ്യില്ല എന്ന് പറയും. ഉൾമാർക്കൊന്നും ഒരു കണ്ണിച്ചോര ഇല്ല എന്ന ചോദ്യങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ലതിക അതിനെ എങ്ങനെയാണ്? നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്, ചെറുതായിട്ട് ഉത്തരം പറഞ്ഞാൽ ഉപകാരമായി.